ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. അതായത് ഒരുപാട് കാലമായിട്ട് എല്ലാവരും എന്നോട് പറയാറുള്ളതാണ് ഓയിൽ ഫ്രീ റെസിപ്പീസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഓയിൽ ഫ്രീ റെസിപ്പീസ് ചെയ്തിരുന്നു. നമ്മുടെ ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടല്ലോ, അത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ വളരെ ടേസ്റ്റിയാണ്. ഒരുപാട് പേര് ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ചിക്കൻ കറി, അതായത് ചപ്പാത്തിക്കും ചോറിനൊക്കെ നമുക്ക് മാച്ച് ആവുന്ന ഒരു ചിക്കൻ കറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് തികച്ചും ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ചിക്കൻ കറി. അപ്പോൾ നമുക്കൊക്കെ സാധാരണ എപ്പോഴും എന്താ പറയുക, ഓയിൽ ഉള്ള ആ ഒരു ഭക്ഷണത്തോട് താല്പര്യം എന്ന് വെച്ചാൽ എല്ലാവരും പറയും ഓയിലൊക്കെ ഒഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ നമ്മുടെ മറ്റേ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയില്ലേ, ആ ഫ്രൈ ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് പേര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഓയിൽ വേണമെന്നൊന്നും ഇല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇതും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് സാധാരണയൊക്കെ ഉണ്ടാക്കുമ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതേ രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് തരാം കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കിലോ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാരിനേറ്റ് ചെയ്ത് വെച്ചത് 1 ടീസ്പൂൺ മുളക് പൊടി, അര ചെറുനാരങ്ങയുടെ നീര്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്. ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ബാച്ചിലേഴ്സിനും കുട്ടികൾക്ക് പോലും പറ്റുന്ന രീതിയിൽ ഒരു കുക്കറിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്യാം. നമ്മളിവിടെ 3 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്. 3 ചെറിയ ടൊമാറ്റോ ഫൈനായിട്ട് അരിഞ്ഞതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 10 വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊക്കെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇവിടെ ഞാൻ കുറച്ച് കുരുമുളക്, അതായത് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 4 ഏലക്കായ, ഒരു ബേ ലീഫ്, ഇതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതും നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് സ്പൈസ് പൗഡേഴ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിക്കനിൽ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്തതാണ്. എന്നാലും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ ഞാൻ മല്ലിയില കുറച്ച് അധികം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ പകുതി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ചിക്കനിൽ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യണില്ല. 1 കപ്പ് വെള്ളം ഞാൻ ഈ മസാല ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്പാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഒരൊറ്റ വിസിൽ അടിച്ച് ആവി പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഈ ഗ്രേവി നമുക്ക് തിക്കാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഫ്ലെയിം ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഏകദേശം 3-3.5 മിനിറ്റോളം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള എത്ര തിക്നെസ് വേണം അതനുസരിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു ചോറിനുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ ഗ്രേവി എടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നോ ഓയിൽ ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.